Today we discuss about call money market, one of the money market instrument. Call money market, where overnight loans can be availed by banks to meet liquidity. Call money market is functional from Monday to Friday. Banks can access call money market to meet their reserve requirements, cash reserve ratio and statutory liquidity ratio, or to cover a sudden shortfall in cash on any particular day. Effectively, the call money market is the main market-oriented mechanism to meet the liquidity requirements of banks. The call money is usually availed for 1 day. If the bank needs fund for more days, it can avail money through notice market. Here, the loan is provided from 1 day to 14 days. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കണ്ടത് കോൾ മണി മാർക്കറ്റിനെ കുറിച്ചാണ്. കോൾ മണി മാർക്കറ്റിന്റെ ഒരു മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 1 ഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുക. മിനിമം 1 ഡേക്കാണ് മണി മാർക്കറ്റിൽ ലോൺ കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ഡേ ടു 14 ഡേയ്സ് വരെയാണ് അതിന്റെ ഒരു മെച്യൂരിറ്റി പീരീഡ്. ബാങ്കുകൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻസ് ആണ് ഈ ഒരു കോൾ മണി മാർക്കറ്റിൽ. ബാങ്കുകൾ തമ്മിലാണ് ഇന്ററാക്ഷൻ നടക്കുന്നത്. അവരുടെ ഒരു ലിക്വിഡിറ്റി റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനായിട്ടാണ് മെയിനായിട്ടും ഈ ഒരു കോൾ മണി മാർക്കറ്റിന് ബാങ്ക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് ഒരു കോൾ മണി മാർക്കറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് മൺഡേ ടു ഫ്രൈഡേ ആണ്. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു റിസർവ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ ബാങ്കിന് കോൾ മണി മാർക്കറ്റ് ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് റിസർവ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ബാങ്കുകൾക്ക് മീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള റിസർവ് റിക്വയർമെന്റ്സ് നമുക്ക് ക്യാഷ് റിസർവ് റേഷ്യോയും അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. ഇതിൽ ഡെഫിസിറ്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അത് മിനിമം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ബാങ്ക്സ് കോൾ മണി മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദ കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെയിൻ മണി മാർക്കറ്റ് ഓറിയന്റഡ് മെക്കാനിസം ആണ്. അതുപോലെ തന്നെ നമ്മൾ ലിക്വിഡിറ്റി റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യലാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം. അതുപോലെ കോൾ മണിയിൽ നമുക്ക് 1 ഡേക്ക് വേണ്ടിയിട്ടുള്ള ലോൺ അവെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു 1 ഡേ തൊട്ട് 7 ഡേയ്സ് വരെ 14 ഡേയ്സ് വരെയാണ് അതിന്റെ ഒരു മെച്യൂരിറ്റി പീരീഡ്. നെക്സ്റ്റ് സ്ലൈഡിൽ കോൾ മണി മാർക്കറ്റ് റെഫേഴ്സ് ടു ദ മാർക്കറ്റ് ഫോർ എക്സ്ട്രീംലി ഷോർട്ട് പീരീഡ് ലോൺസ്, say 1 day to 14 days. These loans are repayable on demand. ഈ ലോൺസിന്റെ പ്രത്യേകത അത് റീപേയബിൾ ഓൺ ഡിമാൻഡ് ആണ്. ഡിമാൻഡ് ചെയ്യുമ്പോൾ റീപേ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനുള്ള ലോൺസ് ആണ്. At the option of either the lender or the borrower. The money that is lent for 1 day in this market is known as call money. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് 1 ഡേയിലേക്ക് വേണ്ടിയും ഈ ലോൺ ലെൻഡ് ചെയ്യും, അതുപോലെ തന്നെ 14 ഡേയിലേക്ക് വേണ്ടിയിട്ടും ലോൺ ലെൻഡ് ചെയ്യും. അപ്പോൾ അതിൽ 1 ഡേക്ക് വേണ്ടിയിട്ടാണ് ലോൺ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ കോൾ മണി എന്നും, അതായത് ലെസ് ദാൻ 15 ഡേയ്സ് അതായത് 14 ഡേക്ക് വേണ്ടിയിട്ടാണ് ലോൺ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ നോട്ടീസ് മണി എന്നും പറയും. അപ്പോൾ കോൾ മണി, നോട്ടീസ് മണി. കോൾ മണി എന്ന് പറയുന്നത് ദ മണി ലെൻഡ് ഫോർ 1 day is known as call money. Money is lent for 14 days is referred to as notice money. These loans are given to brokers and dealers in stock exchange. ഇതിൽ ബ്രോക്കേഴ്സും ഡീലേഴ്സും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ബ്രോക്കേഴ്സും ഡീലേഴ്സിനും ഈ ലോൺ കൊടുക്കാനായിട്ട് സാധിക്കും. ബാങ്ക്സ് വിത്ത് സർപ്ലസ് ലെൻഡ് ടു അതർ ബാങ്ക്സ് വിത്ത് ഡെഫിസിറ്റ് ഫണ്ട്സ് ഇൻ ദ കോൾ മണി മാർക്കറ്റ്. അതിൽ ബാങ്ക്സ് വിത്ത് സർപ്ലസ് ലെൻഡ് ടു അതർ ബാങ്ക്സ്, സർപ്ലസ് ആയിട്ട് ഏതെങ്കിലും ബാങ്കിൽ സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിൽ അത് ഡെഫിസിറ്റ് ഫണ്ട് ഉള്ള ബാങ്കുകളിലേക്ക് ആ സർപ്ലസ് ഫണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഫണ്ട് ഉള്ളവർക്ക് സർപ്ലസ് ഫണ്ടുള്ളിടത്ത് നിന്ന് ലോൺ എടുക്കാം. അതാണ് കോൾ മണി മാർക്കറ്റിന്റെ ഒരു ഫെസിലിറ്റി. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ എക്വിലിബ്രേറ്റിംഗ് മെക്കാനിസം ഫോർ ഈവനിങ് ഔട്ട് ഷോർട്ട് ടേം സർപ്ലസസ് ആൻഡ് ഡെഫിസിറ്റ്. അപ്പോൾ ഈ ഒരു ഇക്വിലിബ്രിയം മെക്കാനിസം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സർപ്ലസ് ഫണ്ടുള്ളിടത്ത് നിന്ന് ഡെഫിസിറ്റ് ഉള്ളിടത്തേക്കും ഡെഫിസിറ്റ് ഫണ്ടുള്ള സ്ഥലത്തേക്ക് സർപ്ലസ് ഉള്ള സ്ഥലത്തു നിന്നും കൊണ്ടുവന്ന ഒരു ഇക്വിലിബ്രേറ്റിംഗ് മെക്കാനിസം, ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ് ഈ കോൾ മണി മാർക്കറ്റ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ക്യാൻ ക്വിക്ലി ബോറോ ഫ്രം ദ കോൾ മണി മാർക്കറ്റ്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ ക്വിക്കായിട്ട് ബോറോ ചെയ്യാം. അങ്ങനെ അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്യാം. ദേ ക്യാൻ ഓൾസോ മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ് ഈസിലി ബൈ ഇൻവെസ്റ്റിംഗ് ദെയർ സർപ്ലസ് ഫണ്ട് ഇൻ ദ കോൾ മാർക്കറ്റ് ഡ്യൂറിംഗ് ദ പീരിയഡ് വെൻ കോൾ റേറ്റ്സ് ആർ ഹൈ ആൻഡ് വോളാറ്റൈൽ. അതുപോലെ തന്നെ അവർക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും കോൾ മണി മാർക്കറ്റ് ഹെൽപ്ഫുൾ ആണ്. Participants: scheduled commercial banks excluding RRBs, cooperative banks other than land development banks and primary dealers are permitted to participate in call notice money market both as borrowers and lenders. Borrowers-ഉം lendersഉം ആയിട്ട് ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, കോൾ മണി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിൽ RRBs റീജിയണൽ റൂറൽ ബാങ്ക്സ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്ക്സ്
പ്രൈമറി ഡീലേഴ്സ് ഇവരെല്ലാം ഈ ഒരു കോൾ മണി മാർക്കറ്റ് അല്ലെങ്കിൽ നോട്ടീസ് മണി മാർക്കറ്റിലെ ബോറോവേഴ്സും ലെൻഡേഴ്സുമാണ്. ആസ് പെർ ദ ന്യൂ റെഗുലേഷൻസ് പേയ്മെന്റ് ബാങ്ക്സ് ആർ ഓൾസോ അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ CMM. അതായത് ഇപ്പോൾ പുതിയൊരു റെഗുലേഷൻ അനുസരിച്ച് പേയ്മെന്റ് ബാങ്ക്സും ഈ ഒരു കോൾ മണി മാർക്കറ്റിൽ അവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്, അവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ബാങ്ക്സ് ആർ ദ ഡൊമിനന്റ് പാർട്ടിസിപ്പന്റ് ഇൻ ദ CMM ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ഓഫൺ നോൺ ആസ് ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ്. മെയിൻ ആയിട്ടുള്ള പാർട്ടിസിപ്പന്റ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ അത് അറിയപ്പെടുന്നത് കോൾ മണി മാർക്കറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ്. ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് എന്നും കൂടെ അറിയപ്പെടുന്നു. ബാങ്കുകൾ തമ്മിലാണ് മെയിൻ ആയിട്ട് ട്രാൻസാക്ഷൻ നടക്കുന്നത്. മെയിൻ ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് ബാങ്ക്സ് ആണ്. ബാങ്ക്സ് കൂടാതെ കോപ്പറേറ്റീവ് ബാങ്ക്സും ഉണ്ട്, പ്രൈമറി ഡീലേഴ്സും ഉണ്ട്. ഏറ്റവും ന്യൂ റെഗുലേഷൻ അനുസരിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പേയ്മെന്റ് ബാങ്ക്സും കൂടെ ഈ ഒരു CMMൽ പാർട്ടിസിപ്പന്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ദ കോൾ മണി മാർക്കറ്റ് ആണ്. ഫങ്ഷൻസ് മെയിൻ ആയിട്ടും ലോൺസ് ആർ അവൈൽഡ് ത്രൂ ഓപ്ഷൻ ഓർ നെഗോഷിയേഷൻ. ലോൺസ് അവൈൽ ചെയ്യുന്നത് ഓപ്ഷൻ വഴിയാണ്. ആർക്കാണോ കൂടുതൽ ഡിമാൻഡുള്ള ആളുകൾ അവർ കൂടുതൽ റേറ്റിന് വിളിച്ചെടുക്കുകയാണ് മെയിനായിട്ടും ഈ ലോൺ അങ്ങനെയാണ് എടുക്കുന്നത്. ദ ഓപ്ഷൻ ഈസ് മെയ്ഡ് ഓൺ ഇൻട്രസ്റ്റ്. ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിന്റെ ബേസിലാണ് അല്ലെ. ഓപ്ഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേലം വിളിച്ചെടുക്കുന്നത് പോലെ. അപ്പോൾ ലോൺസ് അവൈൽ ചെയ്യാനായിട്ട് ആർക്കാണോ കൂടുതലായിട്ട് ഫണ്ട് റിക്വയർമെന്റ് ഉള്ളത് അവർക്ക് അത് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റിന് ഓപ്ഷൻ ചെയ്തെടുക്കാം. അങ്ങനെയാണ് ഈ ഒരു കോൾ മണിയുടെ മാർക്കറ്റിന്റെ ഒരു ഫംഗ്ഷൻ. ഹയസ്റ്റ് ബിഡർ ക്യാൻ അവൈൽ ലോൺ. ആരാണോ കൂടുതൽ റേറ്റിന് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റിന് വിളിക്കുന്നത് അവർക്ക് ആ ലോൺ അവർക്ക് കൊടുക്കും. അവർ ആ ലോൺ എടുക്കാനായിട്ട് അത് അത്രയും ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ അവർ എടുക്കാനായിട്ട് തയ്യാറാണെങ്കിൽ അവർക്കായിരിക്കും ലോൺ കൊടുക്കുക. ആവറേജ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ദ കോൾ മണി മാർക്കറ്റ്. ഈ ഒരു കോൾ മണി മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് അറിയപ്പെടുന്ന പേരാണ് കോൾ റേറ്റ്. കോൾ റേറ്റ് എന്നാണ് കോൾ മണി മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് അറിയപ്പെടുന്നത്. ഡീലിംഗ് ഇൻ കോൾ മണി ഈസ് ഡൺ ത്രൂ ദ ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം കോൾഡ് നെഗോഷിയേറ്റഡ് ട്രേഡിംഗ് സിസ്റ്റം. കോൾ മണിയിലുള്ള ഡീലിംഗ്സ് എല്ലാം നടക്കുന്നത് ഒരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലൂടെയാണ്. നേരിട്ട് നമ്മളൊരു ഫിസിക്കൽ ഫോമിലുള്ള പേപ്പർ വർക്കുകളൊന്നുമല്ല, ഇലക്ട്രോണിക് ആയിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് കോൾ മണിയുടെ ഡീലിംഗ്സ് നടക്കുന്നത്. അത് അറിയപ്പെടുന്ന പേരാണ് നെഗോഷിയേറ്റഡ് ട്രേഡിംഗ് സിസ്റ്റം. നെഗോഷിയേറ്റഡ് ട്രേഡിംഗ് സിസ്റ്റം. This call money rate is an important variable for the RBI to assess the liquidity situation in the economy. Call money rate എന്ന് പറയുന്നത് RBI സംബന്ധിച്ച ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണ്. എന്ത് മെഷർ ചെയ്യാനായിട്ട്? ഇക്കോണമിയുടെ ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ. ഇക്കോണമിയുടെ ലിക്വിഡിറ്റി സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയാണ് എന്ന് മെഷർ ചെയ്യാനായിട്ട് കോൾ മണി റേറ്റ് നോക്കിയാൽ മതി. അതെങ്ങനെയായിരിക്കും? നമ്മൾ ആദ്യം പറഞ്ഞു, ഒരു ബാങ്കിനെ സംബന്ധിച്ച്, കൊമേഴ്ഷ്യൽ ബാങ്കുകളെ സംബന്ധിച്ച് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് RBIയിൽ റിസർവ് ചെയ്യേണ്ടതായിട്ടുള്ള ക്യാഷ് റിസർവ് റിക്വയർമെന്റ് CRR റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാനും എന്തെങ്കിലും ഒരു ഡെഫിസിറ്റ് ഫേസ് ചെയ്യുകയാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലോണാണ് കോൾ മണി മാർക്കറ്റിൽ നിന്ന് ലോൺ എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കോൾ മണി മാർക്കറ്റിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചുകൊണ്ടാണ് അവർ ലോൺ എടുക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ്, ഹയർ ഇൻട്രസ്റ്റ് റേറ്റിന് ആരാണോ ലോൺ എടുക്കാനായിട്ട് തയ്യാറാവുന്നത് അവർക്കായിരിക്കും ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക. കോൾ മണി മാർക്കറ്റിൽ ഫണ്ട് കിട്ടാനായിട്ട്, ഫണ്ട് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കോൾ മണി റേറ്റ് നോക്കിയിട്ട്, കോൾ മണി റേറ്റ് വളരെ ഹൈ ആണെങ്കിൽ നമുക്കറിയാം അതിനനുസരിച്ച് ലിക്വിഡിറ്റി സിറ്റുവേഷൻ, നമ്മുടെ ഇക്കോണമിയുടെ ലിക്വിഡിറ്റി സിറ്റുവേഷൻ മെഷർ ചെയ്യാനായിട്ട് കോൾ മണി റേറ്റ് ഹെൽപ്ഫുൾ ആണ് RBIക്ക്. അപ്പോൾ RBIയെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയബിൾ ആണ് കോൾ മണി റേറ്റ് ടു അസസ് ദ ലിക്വിഡിറ്റി സിറ്റുവേഷൻ ഇൻ ദ ഇക്കോണമി. Okay, next, call money market is known as the most sensitive segment of the financial system. Financial systemത്തിന്റെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് കോൾ മണി മാർക്കറ്റ്. നമ്മൾ പറയും ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകളെല്ലാം തന്നെ സെൻസിറ്റീവ് സെഗ്മെന്റ് ആണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ എന്ന് പറയും. ക്യാപിറ്റൽ മാർക്കറ്റിനേക്കാളും മണി മാർക്കറ്റ് ആണ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെഗ്മെന്റ്. അപ്പൊ അതിൽ തന്നെ കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് സെൻസിറ്റീവ് സെഗ്മെന്റ് ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം. Next, advantages of call money market ആണ്. In India, commercial banks play a dominant role in the call money market. They used to borrow and lend among themselves, and such loans are called interbank loans. ബാങ്കുകൾ തമ്മിലാണ് ഇന്ററാക്ഷൻ, ബാങ്കുകൾ തമ്മിലാണ് ബോറോയിങ്ങും ലെൻഡിങ്ങും ഈ കോൾ മണി മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പറഞ്ഞു ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോൺസ് അറിയപ്പെടുന്ന പേരാണ് ഇന്റർ ബാങ്ക് ലോൺസ്. ഇവർ തമ്മിൽ എടുക്കുന്ന ലോൺസ് അറിയപ്പെടുന്ന പേര് ഇന്റർ ബാങ്ക് ലോൺസ് എന്നാണ്. ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്നുള്ളതിന്റെ പോയിന്റ്സ് നോക്കാം. ലിക്വിഡിറ്റി വളരെ ഹൈ ആണ്, ഹൈ ലിക്വിഡിറ്റി ഉണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഹൈ ആണ്. മെയിൻ്റനൻസ് ഓഫ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സേഫ് ആൻഡ് ചീപ്പാണ്. അസിസ്റ്റൻസ് ടു സെൻട്രൽ ബാങ്ക് ഓപ്പറേഷൻ, സെൻട്രൽ ബാങ്ക് ഓപ്പറേഷൻസിന് അസിസ്റ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ് നോക്കാം, ഹൈ ലിക്വിഡിറ്റി. മണി ലെൻഡ് ഇൻ എ കോൾ മാർക്കറ്റ് ക്യാൻ ബി കോൾഡ് ബാക്ക് അറ്റ് എനി ടൈം
when needed, so it is highly liquid. It enables commercial bank to meet large sudden payments and remittance by making a call on the market. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ച് വിളിക്കുന്ന, അതായത് ഒരു ദിവസമാണ് നമ്മൾ പറഞ്ഞു അതിൻ്റെ മിനിമം മെച്യൂരിറ്റി എന്ന് പറയുന്നത് 1 day ലോൺ ആണ്, അവൈൽ ചെയ്യുന്നത് 1 ഡേയിലേക്കാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ലിക്വിഡ് ഫോമിലേക്ക് മാറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഹൈലി ലിക്വിഡ് ആണ് കോൾ മണി മാർക്കറ്റ്. അതുപോലെ തന്നെ ഹൈലി പ്രോഫിറ്റബിൾ ആണ്. പ്രോഫിറ്റബിൾ എന്ന് പറയാനായിട്ടുള്ള റീസൺ, ബാങ്ക്സ് ക്യാൻ ഏൺ ഹൈ profits by lending their surplus fund to call money when call rates are high volatile. സർപ്ലസ് ഫണ്ടുകൾ ബാങ്കിനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കോൾ മണി മാർക്കറ്റിലേക്ക് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സർപ്ലസ് ഫണ്ടിന് പെട്ടെന്നുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, ഒരു കോൾ റേറ്റ് അതിലേക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിൾ ആണ്. സർപ്ലസ് ഫണ്ട് അവർക്ക് വേറൊന്നിലേക്ക് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ബാങ്കിനെ സംബന്ധിച്ച് ഹെൽപ്ഫുൾ ആണ്. മെയിൻ്റനൻസ് ഓഫ് SLR. Call market enables commercial bank to minimum their SLR. Generally, banks borrow on a large scale every reporting Friday to meet their SLR requirements. ബാങ്കുകൾക്ക് SLR റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനായിട്ട് കോൾ മാർക്കറ്റിൽ നിന്ന് ഈസി ആയിട്ട് അവർക്ക് ഫണ്ട് എടുക്കാം. ബാങ്ക്സ് ഹാവ് ടു മെയിൻറ്റെയിൻ ദെയർ ഐഡിൽ ക്യാഷ് ടു മീറ്റ് ദെയർ റിസർവ് റിക്വയർമെൻറ്റ്സ്. ഇറ്റ് വിൽ ടെൽ അപ്പോൺ ദെയർ പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ ബാങ്ക്സിന് അവരുടെ ഐഡിൽ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് റിസർവ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രോഫിറ്റബിളും ആണ്. അതുപോലെ തന്നെ SLR, CRR ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. Safe and cheap. Though call loans are not secured, they are safe since the participants have a strong financial standing. It is cheap in the sense brokers have been prohibited from operating in the call market. Hence, banks need not pay brokers on call money transactions. അപ്പോൾ നമുക്ക് കോൾ മണി മാർക്കറ്റ് സേഫ് ആണ്, അതുപോലെ തന്നെ ചീപ്പ് ആണെന്ന് പറയാം. Call loans are not secured, they are safe since the participants have a strong financial standing. ഇതിലുള്ള പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ബാങ്ക്സ് ആണ്. ബാങ്ക്സും അതുപോലെ തന്നെ പ്രൈമറി ഡീലേഴ്സും. പ്രൈമറി ഡീലേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ RBIയുടെ ലൈസൻസോട് കൂടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പ്രൈമറി ഡീലേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സേഫ് ആയിട്ട്, നമുക്ക് സെക്യൂർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇൻട്രസ്റ്റ് റേറ്റ് വോളറ്റൈൽ ആയതുകൊണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് സേഫ് ആണെന്ന് പറയാം. ഫിനാൻഷ്യലി സൗണ്ട് ആണ് ഇവിടുത്തെ എല്ലാ പാർട്ടിസിപ്പൻസും. ഓക്കെ, പിന്നെ നമുക്ക് പറയുന്നത് ചീപ്പാണ്. ചീപ്പാണെന്ന് പറയാൻ കാരണം നമുക്ക് ബ്രോക്കേഴ്സ് ഇല്ലാത്തതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ആ ബ്രോക്കേഴ്സിനെ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്. കോൾ മണി മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ ഇൻ്റർമീഡിയറിക്ക് റൂളില്ല. അതുകൊണ്ട് തന്നെ ബ്രോക്കേഴ്സ് ഇല്ല. ബാങ്ക്സ് നീഡ് നോട്ട് പേ ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ബ്രോക്കറേജ് ഓൺ കോൾ മണി ട്രാൻസാക്ഷൻസ്. അവിടെ ഒരു ബ്രോക്കറേജ് ഫീസ് കൊടുക്കേണ്ട ആവശ്യം നമുക്ക് കോൾ മണി ട്രാൻസാക്ഷൻസിൽ വരുന്നില്ല. Then assistance to central bank operations. Call money market is the most sensitive part of any financial system. അത് നമ്മൾ ഓൾറെഡി കണ്ടു. ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫണ്ട്സ് ആർ ക്വിക്ലി റിഫ്ലക്റ്റഡ് ഇൻ കോൾ മണി റേറ്റ്സ്. ഗിവ് ആൻ ഇൻഡിക്കേഷൻ ടു ദ സെൻട്രൽ ബാങ്ക് ടു അഡോപ്റ്റ് ആൻ അപ്രോപ്രിയേറ്റ് മോണിറ്ററി പോളിസി. ഡിമാൻഡ് ഫണ്ടിലും അതുപോലെ തന്നെ സപ്ലൈ ഓഫ് ഫണ്ടിലും ചേഞ്ചസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് കോൾ മണിയിലും അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് വരാം, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് അഡോപ്റ്റ് ചെയ്യുന്ന പോളിസീസിലും ചേഞ്ചസ് വരാം. Moreover, the existence of an efficient call money market helps the central bank to carry out its open market operations effectively and successfully. അപ്പോൾ കോൾ മണി മാർക്കറ്റിൻ്റെ എക്സിസ്റ്റൻസ് സെൻട്രൽ ബാങ്കിനെ സംബന്ധിച്ച് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. എന്തിന്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിൻ്റെ ഡീലിങ്സ് നടത്തുന്നതിനും സെൻട്രൽ ബാങ്കിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കോൾ മണി മാർക്കറ്റ്. Then drawbacks of call money market. First, uneven development. Call markets in India is confined to only big industrial and commercial centers like Mumbai, Kolkata, Chennai, Delhi, Bangalore and Ahmedabad. അതായത് മെയിനായിട്ടും കോൾ മാർക്കറ്റുകൾ ലൊക്കേറ്റ് ചെയ്യുന്നത് മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഡൽഹി, ബാംഗ്ലൂർ, അഹമ്മദാബാദ് അതുപോലെയുള്ള ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോൾ മാർക്കറ്റുകളുടെ ഡെവലപ്മെൻറ്റ് ഈവൻ ഡെവലപ്മെൻ്റ് അല്ല, അൺഈവൻ ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചസിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് മെയിനായിട്ടും കോൾ മാർക്കറ്റുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ലാക്ക് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് സെൻറ്റേഴ്സുകളുണ്ട്, അവിടെയാണ് കോൾ മാർക്കറ്റുകൾ മെയിനായിട്ട് ലൊക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ സെൻറ്ററുകൾ തമ്മിൽ പോലും ഒരു ഇൻ്റഗ്രേഷൻ ഇല്ല. അവർ തമ്മിലുള്ള ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സെൻറ്ററുകളാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇൻ്റഗ്രേഷൻ്റെ കുറവുണ്ട്, ലാക്ക് ഓഫ് ഇൻ്റഗ്രേഷൻ. ദെൻ വൊളാറ്റിലിറ്റി ഇൻ കോൾ മണി റേറ്റ്സ്. കോൾ മണി റേറ്റ് ഭയങ്കര വൊളാറ്റൈലാണ്, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, വേരി ചെയ്തുകൊണ്ടിരിക്കും. ഒരു സെൻറ്ററിലുള്ള റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കില്ല വേറൊരു സെൻറ്ററിൽ.
ഓക്കെ, അത് ഓരോ സീസണിലും ഒരു ഡേയിൽ തന്നെ പല പ്രാവശ്യങ്ങളിലായിട്ട് ഈ കോൾ റേറ്റിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ റേറ്റിൻ്റെ വേരിയേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. 12% തൊട്ട് 85% വരെ തന്നെ കോൾ റേറ്റിൽ ചേഞ്ചസ് വരാം. നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല 85% ഒക്കെ ചേഞ്ച് ഇൻട്രസ്റ്റ് റേറ്റിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കോൾ ലോൺസ് വളരെയധികം വേരിയാണ്, ഓരോ സെൻറ്ററുകളിലും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻറ്റഗ്രേഷൻ, അത് തമ്മിലുള്ളൊരു ഇൻറ്റഗ്രേഷൻ പോലുമില്ല. ഓരോ സെൻറ്ററുകളിലും ഓരോ റേറ്റ് ആയിരിക്കും, ഓരോ സമയത്തും ഓരോ റേറ്റ് ആയിരിക്കും. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ഒരു